അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കോഴിക്കോടിക്കാണ് കേട്ടോ. സമയം രാവിലെ 8:15 എനിക്കൊരു ഉച്ച സമയത്ത് ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കണ്ടതാട്ടോ മഴയത്ത് സ്ലിപ്പായി വീണതാണ്. അപ്പോൾ മഴയത്ത് ബൈക്കിലൊക്കെ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കും. വെറും 2-3 ദിവസത്തെ മഴ കൊണ്ടിട്ട് നമ്മുടെ നാട്ടിലത്തെ തോടും പാടൊക്കെ ഒന്നായിട്ടുണ്ട്. ഇതേപോലത്തെ വെള്ളത്തിലൊക്കെ ചാടാൻ പോകുന്നവർ ശ്രദ്ധിക്കാട്ടോ. ചില കൊമ്പുകളും ചുള്ളികളൊക്കെ പൊട്ടി കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ കാലൊക്കെ മസിലേറിയാലും മതി, നല്ല ഒഴുകും. അങ്ങനെ നമ്മൾ രാമനാട്ടുകര ഹൈവേയിൽ എത്തിയിട്ടോ. ഹൈവേയിൽ എത്തിയപ്പോഴാണ് പേടി കൂടിയത്. ഇപ്പൊ പല സ്ഥലത്തും റോഡിന് വിള്ളലും പൊളിഞ്ഞു പോകലൊക്കെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഹൈവേ കൂടെ വിട്ടിട്ടോ. ഏകദേശം ഹൈലൈറ്റ് ഒക്കെ എത്താനായപ്പോൾ അങ്ങനെ ടോൾ ബൂത്തിന്റെ അടുത്ത് എത്തിട്ടോ. ടോൾ ഓപ്പൺ ആയിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്ക് എത്തിയിട്ടോ. ഇവിടെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, 1/2 മണിക്കൂറിന്റെ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അവരെ പിക്ക് ചെയ്യാൻ പോകും. നല്ല മഴയാണ് കേട്ടോ. കോഴിക്കോട് ടൗണിൽ പല സ്ഥലത്തും വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് പോകുമ്പോൾ കാരണം തൊണ്ടയാട് ഭാഗത്തും അതുപോലെ കോഴിക്കോട് സ്റ്റാൻഡിന്റെ പരിസരത്തൊക്കെ ഫുള്ള് വെള്ളമാണ് കേട്ടോ. ബൈക്കുകളും ഹൈറ്റ് കുറഞ്ഞ കാറുകളും കഴിയുന്നതിൽ വരാതിരിക്കും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും പിക്ക് ചെയ്ത് നമ്മൾ പോയത് KSRTCയുടെ ഓപ്പോസിറ്റുള്ള ടോപ്പ് ഫോമിലേക്ക്. ഇവരൊക്കെ വരുന്നത് ഹൈദരാബാദിൽ നിന്നാണ്. നല്ല ഫുഡ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ പിടിക്കുന്നത്. എല്ലാവരും ബിരിയാണിയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പാർക്ക് ചെയ്ത് അവിടെ ഒരു കീച്ചേന്റെ ഷോപ്പ് ഉണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞു SM പോയാലോ. അങ്ങനെ നേരെ SM കയറിയപ്പോൾ ഒരു ഹെൽമെറ്റിന്റെ ഷോപ്പ് ഉണ്ട്. നല്ല രസമുള്ള ഒരു ഹെൽമെറ്റ്, ലേഡീസിന് കുട്ടികൾക്ക് പറ്റുള്ള ഹെൽമെറ്റാണ്. മെയിനായിട്ട് അവിടെ കയറിയത് ഇവർക്ക് കുറച്ച് ടോയ്സ് മേടിക്കാനും കുറച്ച് ഡ്രസ്സസ് മേടിക്കാനും. ഇതിന്റെ സംഭവം വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ കയറിയപ്പോൾ 500 രൂപയ്ക്ക് 4 ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഉള്ളിൽ കയറിയപ്പോൾ അത് സ്റ്റോക്കില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവള് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കൂടെ വർക്കുന്നവർക്കുള്ള കുറച്ച് ഫാൻസി ഐറ്റംസ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളെ സൺഡേ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ കയറി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏകദേശം സമയം ഒരു 4:30-5 മണിയായി. പിന്നെ നമ്മൾ ഈ നേരെ നാട്ടിലേക്ക്. അപ്പോൾ അതങ്ങനെ ഒടുക്കത്തെ മഴയാണ്. അപ്പോൾ മഴയത്ത് കാറിലായാലും ബൈക്കിലായാലും പുറത്തിറങ്ങുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.